നമസ്കാരം. സോപാന സംഗീതത്തിൻ്റെ ആചാര്യനായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആറാമത്തെ മകനായ ഹരിഗോവിന്ദൻ രംഗത്തേക്ക് വരുന്നത്. ഈയിടയ്ക്ക് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിലേക്ക് പോയി. ആർക്കും ഏത് പാർട്ടിയിലും ചേരാം, പ്രവർത്തിക്കാം, അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ലീഗിൽ ചേർന്നതിനു ശേഷം ഹരിഗോവിന്ദൻ പല വിവാദ പ്രസ്താവനകളും നടത്തി. ക്ഷേത്രങ്ങളിൽ തന്നെ പരിപാടിക്ക് ക്ഷണിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അയാളുടെ പരാതി. വെറുതെ പരാതി പറയുക മാത്രമല്ല, കേൾക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്കുകളാണ് അയാൾ പലപ്പോഴും പ്രയോഗിക്കുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഹരിഗോവിന്ദൻ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തുന്നത്. ആ കുറിപ്പ് കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അയാൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു: എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് പ്രോഗ്രാം ബ്രോഷർ വരെ തയ്യാറാക്കിയ പരിപാടികൾക്ക് ഞാൻ മുസ്ലിം ലീഗിൽ ചേർന്നു എന്ന കാരണം പറഞ്ഞ് പരിപാടി ക്യാൻസൽ ചെയ്യുന്നു എന്നറിയിച്ച കാര്യം ഞാൻ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടല്ല, മറിച്ച് ഇങ്ങനെയൊരു അസഹിഷ്ണുത ഇവിടെ നിലനിൽക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കാനാണ്. അല്ലെങ്കിലും സംഘപരിവാർ മനസ്സുള്ളവരാരും ഒരു ക്ഷേത്ര കലോപാസകരെയും പ്രോത്സാഹിപ്പിച്ച ചരിത്രമില്ല. സ്വന്തമായി കഷ്ടപ്പെട്ട് ഏതെങ്കിലും കലാരംഗത്ത് നേട്ടങ്ങളുണ്ടാക്കി മീഡിയകളിലൂടെ ആരെങ്കിലും പ്രസിദ്ധരായാൽ അവരെ കൊണ്ടുപോയി യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു ഷോൾ ഉപഹാരമായി നൽകുന്നതേ ഇവർ ചെയ്തിട്ടുള്ളൂ. മാന്യമായി പെരുമാറില്ല, പ്രതിഫലം ചോദിച്ചാൽ വലിയ അപരാധം, വിശ്രമിക്കാൻ നല്ലൊരു മുറി നൽകില്ല. എന്നാൽ മദ്യപാനികളായ കലാപ്രവർത്തകർക്കും ഭജന എന്ന പേരിൽ ഗാനമേള നടത്തുന്നവർക്കും സിനിമാ നടീനടന്മാർക്കും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അന്നാരാജനെ കൊണ്ടുപോയി പറന്നിറപ്പിക്കൽ, പൊങ്കാലയിലെത്തിയ സിനിമാ നടിമാരെ മാത്രം ആവുന്നത്ര പരിചരിക്കൽ, കുംഭമേളയിലെത്തിയ സാത്വികരായ കലോപാസകർക്കൊന്നും നൽകാത്ത പരിഗണന സീരിയൽ സിനിമാ നടികൾക്ക് മാത്രം നൽകൽ, സ്ഥാനാർത്ഥികളായി എഴുത്തോ വായനയോ വകതിരിവോ ഒന്നുമുള്ളവരെയോ പാരമ്പര്യ കലോപാസകരെയോ ഒന്നും പരിഗണിക്കാതെ വെറും സിനിമാക്കാരെയോ സീരിയൽ നടികളെയോ മാത്രം കണ്ടെത്തൽ എന്നിവയാണ് ഇവരുടെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക ബോധം. മന്ത്രിക്കും തന്ത്രിക്കും മൗലവിക്കും മാർപ്പാപ്പയ്ക്കും സിനിമാ നടീനടന്മാർക്കും നൽകുന്ന അതേ നിലയും വിലയും കേരളത്തിലെ സോപാന ഗായകർക്കും ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ഈ കലയിലൂടെ പണിയെടുത്തത്. അത് വൻ വിജയമായി കഴിഞ്ഞു. കൂടാതെ മാരാർ, പൊതുവാൾ എന്നീ 2 സമുദായക്കാർ പാടിയാലേ സോപാന സംഗീതമാവൂ എന്ന് ഇന്നും വിശ്വസിക്കുന്ന നെറികെട്ട സാഹചര്യത്തിൽ നിന്നും ആ കലയെ മോചിപ്പിച്ച് അതിനെ പൊതുവേദിയിലെത്തിച്ച് ആ കലയ്ക്ക് ക്ഷേത്ര സോപാനമല്ലാത്ത 100 കണക്കിന് അവസരങ്ങൾ ഉണ്ടാക്കിയ ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്ന ആളെയാണ് ഈ നാണം കെട്ട നന്ദി കെട്ട വിവരദോഷികൾ അമ്പലങ്ങളിൽ പാടിക്കില്ല എന്നൊക്കെ ഉമ്മാക്കി കാട്ടുന്നത്. എടോ പമ്പര വിഡ്ഢികളെ, ഇന്ന് നിങ്ങളീ പുകഴ്ത്തുന്ന എൻ്റെ പിതാവിനോടും ഇതേ അവഹേളനമാണ് നിങ്ങൾ കാട്ടിയത്. ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും ആ കലാകാരൻ ജീവിച്ചിരിക്കെ നിങ്ങൾ നൽകിയിട്ടില്ല. ഇന്നും അച്ഛൻ്റെ പേരും പറഞ്ഞ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ കള്ളുകുടിയന്മാരായ CIT യൂണിയനിലെ ജീവനക്കാർ ചേർന്ന് സംഗീതോത്സവം നടത്തി ആവർത്തിച്ച് ആ മനുഷ്യനെ അപമാനിക്കൽ തുടരുകയാണ്. ഈ ഒരു ഘട്ടങ്ങളിലും ഈ സംഘമനസ്കർ ആ മനുഷ്യനു വേണ്ടിയോ കുടുംബത്തിനു വേണ്ടിയോ ആ സംസ്കാര സംരക്ഷണത്തിനു വേണ്ടിയോ അപമാനങ്ങൾക്കെതിരായോ യാതൊന്നും ചെയ്തിട്ടില്ല. ക്ഷേത്രങ്ങളിൽ പാടാൻ പോകുമ്പോൾ യാതൊരു മാന്യതയും കിട്ടാത്ത വേദനയിൽ ക്ഷേത്ര നട വിട്ടിറങ്ങി വീട്ടിലും കാട്ടിലും റോഡിലും പാടി ഈ കലയെ പത്രത്തിലും ചിത്രത്തിലും സിനിമകളിലും ടെലിവിഷൻ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ആദ്യമായി എത്തിച്ച ആളുകളാണ് ഞാനും എൻ്റെ പിതാവും. അങ്ങനെ ഞങ്ങളെ TV-യിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കും ശ്രദ്ധ കിട്ടുമല്ലോ എന്ന് കരുതി പണ്ട് ഞങ്ങളെ വിമർശിച്ച സകല കൊട്ടിപ്പാടി സേവക്കാരും ക്ഷേത്ര സോപാനം വിട്ട് വേദികളിലും യൂട്യൂബിലും ചേക്കേറി തുടങ്ങിയത്. അവരുടെ പാട്ടാണ് സോപാന സംഗീതമായി ഈ ഓരോ അമ്പലം വിഴുങ്ങിയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അമ്പല സോപാനത്തിലെ പാരമ്പര്യ രീതിയിലുള്ള അവതരണം കേട്ടല്ല നീയൊന്നും ഈ കലയെ അറിഞ്ഞത്. അമ്പലങ്ങളിൽ ഇന്നും അടിയന്തര പാട്ട് പാടുന്ന ഒരുത്തരെയും നിങ്ങൾ അറിയുകയുമില്ല. പാടുന്നയിടത്ത് പാട്ടുകൊണ്ട് ഈശ്വര സാന്നിധ്യം സൃഷ്ടിക്കലാണ് എൻ്റെയും പിതാവിൻ്റെയും രീതി. മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം ഇത് പോയി പാടിയുണ്ടാക്കിയ പേരും പ്രസിദ്ധിയും നിങ്ങളിൽ ചിലർക്കും ആവശ്യമായിരുന്നതിനാൽ കുറച്ചുകാലം അമ്പലമുറ്റങ്ങളിലെ വേദികളിലും ചിലർ വിളിച്ചു പാടിക്കാൻ തുടങ്ങി. അത്രയുള്ളൂ. എവിടെ പാടിയാലും ഞങ്ങൾക്കൊരേ ഫീലായതുകൊണ്ട് എവിടെ വിളിച്ചാലും ഞങ്ങൾ പാടി എന്നതാണ് വാസ്തവം. അല്ലാതെ നീയൊക്കെ അമ്പലമുറ്റത്തെ വേദികളിൽ ഇനി അവനെ പാടിക്കണ്ട എന്ന് തീട്ടൂരമിറക്കിയാൽ അതുകണ്ട് ഭയന്നോടി കരയുന്നവനല്ല ഞെരളത്ത് ഹരിഗോവിന്ദൻ. ഒരു കാര്യം കൂടി കേട്ടോ, കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ 7500ഓളം വേദികളിൽ പാടിയ ഞാൻ അതിൽ 6000ഓളം വേദികളും അമ്പലങ്ങളിലല്ല പാടിയത് എന്നതാണ് സത്യം. അതായത് ഞങ്ങളുടെ വഴി പിന്തുടർന്നെത്തി ഇന്ന് പ്രസിദ്ധരായവരെല്ലാം നിൻ്റെയൊന്നും അമ്പലമുറ്റത്ത് പാടിയിട്ടല്ല ജനമറിഞ്ഞത്. യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ്. അത്ര നിസ്സാരമാണ് നിൻ്റെയൊക്കെ വിലക്ക്. ഒന്ന് ഇളക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അപ്പോൾ പ്രാന്തായി
എല്ലാവരും ഇളകിമറിഞ്ഞല്ലോ, അതുമതി. ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്കിടയിൽ ശൂദ്ര സവർണ വിഭാഗക്കാരായ സംഘപരിവാർ അനുകൂലികളെ കൊണ്ട് പല രീതിയിൽ അധിക്ഷേപങ്ങൾ നേരിടുന്ന ഒട്ടേറെ ദളിതരായ ജീവനക്കാരുണ്ട്. അവരിൽ കലോപാസകരുമുണ്ട്. അവരെല്ലാം പ്രതികരിക്കുന്ന കാലം വിദൂരമല്ല. എന്നെ എല്ലാ ക്ഷേത്രത്തിലും വിലക്കിയിട്ടില്ല. ഇനിയും ചങ്കൂറ്റമുള്ള സംഘാടകർ വിളിച്ച് ഞാൻ ക്ഷേത്രമുറ്റത്തും പാടും, പുറത്തും പാടും. ഈ തീട്ടൂരങ്ങൾക്കിടയിലും തച്ചനാട്ടുകര പഴഞ്ചേരി ശിവക്ഷേത്രത്തിൽ ക്ഷേത്രമുറ്റത്ത് പതിവ് പോലെ പാടുകയും ചെയ്തു. ഇനിയും പാടും. അന്നും നീയൊക്കെ ഇവിടെ കാണണം. ഇടോ, ബുദ്ധമതക്കാരായ സാധുക്കളെ കൊന്നും ഓടിച്ചും നീയൊക്കെ ഉണ്ടാക്കിയ ഈ സംവിധാനമല്ല ലോകത്തിലെ അവസാനവും ഏകവുമായ കലാവതരണ വേദി എന്ന് മറക്കണ്ട. സംഘമനസ്കരെ സംബന്ധിച്ച് അവർ ആകെ കണ്ടിട്ടുള്ള സാംസ്കാരിക വേദി അമ്പലങ്ങളാണ്. കാരണം അവരുടെ നേതൃത്വത്തിൽ മനുഷ്യന് വിജ്ഞാനം പകരുന്ന ഒരു ലൈബ്രറിയോ ശക്തമായ മറ്റൊരു പൊതു ക്ലബ്ബോ എല്ലാ വിഭാഗം ആളുകളെയും കൂടെ നിർത്താൻ ശേഷിയുള്ള ഒരു സാംസ്കാരിക സംഘടനയോ അങ്ങനെ ക്രിയേറ്റീവായ യാതൊരു സംവിധാനവും കേരളത്തിലില്ലല്ലോ. പൂർവികർ കഷ്ടപ്പെട്ട് സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഓരോന്നോരോന്നായി കയ്യേറി അവിടെ ചെന്ന് ആളാവലല്ലാതെ അവർക്കെന്ത് ചരിത്രമുണ്ട്? പിന്നെ 24 മണിക്കൂറും പരമത വിദ്വേഷവും വർഗീയത പറയലും അവരിൽ നിന്ന് സമൂഹവും കലോപാസകരും മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? കലാകാരനുണ്ടായിട്ടാണ് ക്ഷേത്രമുണ്ടായത്, ക്ഷേത്രമുണ്ടായിട്ടല്ല കലയുണ്ടായത്. തൽക്കാലം ഞാൻ നിങ്ങളുടെ ഈ ഇളകിയാട്ടം ആസ്വദിച്ചു രസിക്കുകയാണ് കോമാളികളെ. ഇതിന് താഴെയായി ഇമ്പോർട്ടൻ്റ് നോട്ട്സ് എന്ന് പറഞ്ഞ് ചില വാചകങ്ങൾ കൂടി ഇയാൾ എഴുതിയിട്ടുണ്ട്. സിനിമ സീരിയൽ നടീനടന്മാരും അന്തസ്സുള്ള മാന്യരായ കലോപാസകരാണ്. സംഘപരിവാർ അവരെ കൊണ്ടുപോയി വിലകെടുത്തുന്നു എന്നേ ഈ എഴുത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണ് രാമപ്പൊതുവാളിൻ്റെ 6ാമത്തെ മകൻ ഹരിഗോവിന്ദൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ലീഗിനോട് ഒട്ടി നിൽക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കൂറ് കാണിക്കാനുള്ള ഒരു ബാധ്യത ഇയാൾക്കുണ്ട്. ഇത് വായിക്കുന്ന ലീഗുകാർക്കും മനം പുരട്ടുന്നുണ്ടാകും എന്നുറപ്പാണ്. കാരണം ഇത്രയധികം സുഖിപ്പീരാർക്കും അങ്ങോട്ട് ദഹിക്കില്ല. മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കാൻ നോക്കുകയാണ് ഹരിഗോവിന്ദൻ. പക്ഷേ സംഘികളാരും ഇത് കണ്ടതായി പോലും നടിച്ചിട്ടില്ല. ഒരു പട്ടിയുടെ വില മാത്രമേ അവർ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല പറഞ്ഞത് തല്ലുകൊള്ളിത്തരമാണെന്ന് അയാൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കുറിപ്പിൻ്റെ അവസാനം ഇങ്ങനെ കൂടി ചേർത്തിട്ടുണ്ട്: ഹരിഗോവിന്ദൻ ക്ഷേത്രങ്ങളെയും വിശ്വാസികളെയും അപഹസിക്കുന്നേ എന്ന് ഈ എഴുത്തിനെ പതിവ് പോലെ നുണപ്രചാരണം നടത്തും. അതിലാരും വീഴരുത്. എന്നാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഹിന്ദുവിൻ്റെ മൊത്തക്കച്ചവടം സ്വയം ഏറ്റെടുത്ത് ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും കലോപാസകരെയും നിരന്തരം അവഹേളിക്കുന്ന സംഘപരിവാർ മനസ്സുള്ളവർ നടത്തുന്ന ഇടപെടലുകളെയാണ്. മറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇങ്ങനെയൊരു മുൻകൂർ ജാമ്യം കൂടി ഇയാൾ എടുത്തിട്ടുണ്ട്. നോക്കൂ, നാടിൻ്റെ ശാപങ്ങൾ ഇയാളെയും വേടനെയും ശ്യാംകുമാറിനെയും സണ്ണി കവിക്കാടിനെയും ഒക്കെ പോലെയുള്ള വർഗീയ വിഷം തുപ്പുന്ന കൂലിത്തൊഴിലാളികളാണ്. ഹരിഗോവിന്ദൻ ലീഗിൽ ചേർന്നത് വെറുതെയൊന്നുമല്ല. അത് പലർക്കും അറിയാമെങ്കിലും കാലം അത് തെളിയിക്കും. ക്ഷേത്ര ഭാരവാഹികളെല്ലാം സംഘികളാണെന്ന് വിശ്വസിക്കുന്ന ഈ മണ്ടനെ ഒരു കലാകാരനായി പോലും കണക്കാക്കാനും കഴിയില്ല.